നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസിറ്റ് വിസ താൽക്കാലികമായി നിർത്തിവെക്കാനൊരുങ്ങിയിരിക്കുകയാണ് ഒമാൻ. ഇതിനു പിന്നാലെ സ്വദേശികൾക്ക് നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഒഴിവാക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചതായുള്ള റിപ്പോർട്ട് പുറത്ത്. ചൊവ്വാഴ്ച മുതൽ തന്നെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. വ്യാഴാഴ്ച, അതായത് നാളെ ഉച്ച മുതൽ ഒമാനിലേക്കുള്ള പ്രവേശനം സ്വദേശികൾ, താമസ വിസയുള്ളവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ഹോട്ടൽ ക്വാറന്റൈൻ നിരക്കുകൾ കുറയാനാണ് സാധ്യത. ഇതോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള വിമാന നിരക്കുകളും കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും. കൊറോണ വ്യാപന ഭീഷണിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദി അറേബ്യ പ്രവേശന നിയന്ത്രണം പ്രഖ്യാപിച്ചതോടെ മലയാളികളടക്കം നിരവധി പ്രവാസികൾ ഒമാൻ വഴിയാണ് സൗദിയിലേക്ക് പോകുന്നത്. ഇവർ 14 ദിവസം ഒമാനിൽ തങ്ങുന്നതിനാൽ ഹോട്ടലുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ചെറുകിട ഹോട്ടലുകളിലാണ് തിരക്ക് ഏറെ അനുഭവപ്പെട്ടിരുന്നത്. ചെറുകിട ഹോട്ടലുകൾക്ക് ആദ്യം മുതൽക്കേ തന്നെ ആവശ്യക്കാർ കൂടുതലായിരുന്നു. തിരക്ക് കൂടിയതോടെ ഒരു മുറിയിൽ 2-ൽ കൂടുതൽ പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി. ഇപ്പോഴും സൗദിയിലേക്ക് പോകുന്നതിനായി ധാരാളം പേർ ഒമാനിൽ കഴിയുകയാണ്. ഒമാൻ എയർ സൗദിയിലേക്ക് സർവീസ് ആരംഭിച്ചത് പ്രവാസികൾക്ക് ആശ്വാസമായി തീരുകയായിരുന്നു. കഴിഞ്ഞ മാസം 28 മുതൽ ഹോട്ടൽ ബുക്കിംഗിനായി സഹല പ്ലാറ്റ്ഫോം നിലവിൽ വന്നതോടെ കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയുമായിരുന്നു. കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകൾ പോർട്ടലിൽ ഉണ്ടെങ്കിലും സോൾഡ് ഔട്ട് എന്നാണ് കാണിച്ചിരുന്നത്. ലഭ്യമായ ഹോട്ടലുകൾ ദിവസം 45 റിയാലിന് മുകളിൽ നിരക്കുള്ളവയാണ്. ഇത്തരം ഹോട്ടലുകൾ കുറഞ്ഞ വരുമാനക്കാരായ വിദേശികൾക്ക് ഒരു വിധത്തിലും തങ്ങാൻ കഴിയുന്നതല്ല. നിലവിലെ അവസ്ഥയിൽ ജീവനക്കാരുടെ ക്വാറന്റൈൻ നിരക്കുകൾ വഹിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ ചുരുക്കവുമാണ്. ആയതിനാൽ തന്നെ പ്രവാസികൾ നന്ദി വലയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ അടക്കം സ്വന്തം കീശയിൽ നിന്നാണ് ഈ ഭീമമായ തുക നൽകുന്നത്. ഈ സാഹചര്യത്തിൽ അത്യാവശ്യത്തിനും മറ്റുമായി നാട്ടിൽ പോയി കുടുങ്ങിയ നിരവധി പേർ തിരിച്ചു വരാൻ കഴിയാതെ യാത്രകൾ നീട്ടിവെക്കുകയും ചെയ്തു. കടകളിലും മറ്റും ജോലി ചെയ്യുന്നവർ നിരക്ക് കുറയാത്ത പക്ഷം 6 മാസ കാലാവധി കഴിയുന്നതുവരെ നാട്ടിൽ തങ്ങാനുള്ള തീരുമാനത്തിലാണ്. എന്നാലും വിസ കാലാവധി കഴിഞ്ഞവരടക്കമുള്ളവർ എങ്ങനെ തിരിച്ചു വരുമെന്ന് ചിന്തിക്കുകയാണ്. താങ്ങാൻ കഴിയാത്ത ഹോട്ടൽ നിരക്കിനൊപ്പം PCR നിരക്കും ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകളും ഓർക്കുമ്പോൾ ഒമാൻ ജോലി ഒഴിവാക്കുന്ന ചിലരുമുണ്ട്. ഏതായാലും വിസിറ്റ് വിസകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ നിലവിലെ അവസ്ഥയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. എന്നാലും നിലവിൽ വിസയിലെത്തിയവരും ഹോട്ടലിൽ തങ്ങുന്നവരും രാജ്യം വിടാൻ ഇനിയും സമയമെടുക്കും. ഇതോടൊപ്പം യാത്രക്കാർ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്കുകളും കുറയാൻ സാധ്യതയുണ്ട്. സഹല പോർട്ടൽ ആരംഭിച്ചത് ഹോട്ടൽ മേഖലയിൽ ആരംഭിച്ച ചൂഷണം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരും അനവധിയാണ്. ചെറുകിട ഹോട്ടലുകൾ പലതും തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ മാനദണ്ഡവുമില്ലാതെ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐസൊലേഷൻ നിലവിൽ വന്നതിന് ശേഷം നിരക്കുകൾ ഇരട്ടിയാക്കിയ ഹോട്ടലുകളുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.